ഞങ്ങൾക്കൊരു വർക്ക് കിട്ടി കേട്ടോ. ഇതേണ്ട ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗേറ്റ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ 2 ഇഞ്ച് 2x2 സ്ക്വയർ ട്യൂബാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വേറെ അഡീഷണൽ മെറ്റീരിയൽ അതൊക്കെ വഴിയേ പറയാം. അതിൻ്റെ അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് WVC വുഡ് ഡെക്കിംഗ് പാനലാണ് കേട്ടോ. നമ്മൾ ഈ തടിയുടെ ഫിനിഷുള്ള ഒരു തരം പാനൽ കിട്ടത്തില്ലേ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലെല്ലാം അത് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം കട്ടിംഗ് ഒക്കെ ചെയ്യുകയാണ്. ആദ്യം ഔട്ടർ ഫ്രെയിമിലുള്ള മെറ്റീരിയലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിന് ഇങ്ങനെ 45 ഡിഗ്രി വരച്ചിട്ട് അതെല്ലാം കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഹാൻഡ് ഗ്രൈൻഡറാണ് കേട്ടോ. മറ്റേ 14 ഇഞ്ചിൻ്റെ കട്ട് ഓഫ് മെഷീനുണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് ആ ഡിഗ്രി കിട്ടത്തില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. കറക്റ്റ് ഡിഗ്രി വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മളെ ജോയിൻ്റൊക്കെ കറക്റ്റ് ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഞാൻ മറ്റേ നോക്കി 14 ഇഞ്ചിൻ്റെ കട്ട് ഓഫ് മെഷീനെ നോക്കിയപ്പം അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ മെഷീൻ പ്രസ് ചെയ്യുമ്പം ആ ഡിഗ്രി ചെറിയൊരു ചരിവ് വരുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കി ഹാൻഡ് ഗ്രൈൻഡറിലാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എല്ലാ വർക്കും ഞങ്ങൾ ഹാൻഡ് ഗ്രൈൻഡറിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം 16 ഗേജിൻ്റെ 304 ഗ്രേഡിലുള്ള സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2x2 സ്ക്വയറാണ് സൈസ് വരുന്നത്. അതിൻ്റെ അകത്ത് 1 ഇഞ്ചിൻ്റെ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും 16 ഗേജാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗേറ്റൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് 16 ഗേജ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അതിൽ കൂടുതലാണെങ്കിലും നല്ലതാണ്, ഏറ്റവും നല്ലതാണ്, കുറയരുത്. അങ്ങനെ ഫ്രെയിമിൻ്റെ എല്ലാം കട്ട് ചെയ്തു. ഫ്രെയിമെല്ലാം കട്ട് ചെയ്തിട്ട് അതിന് സെറ്റ് ചെയ്യണം. ഇത്രയും പീസുണ്ട്. ഇത്രയും പീസ് കട്ട് ചെയ്ത് 4 ഡോറായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. 4 പാളിയായിട്ട് മടക്കി മടക്കി വെക്കത്തക്ക വിധത്തിലാണ് ചെയ്യുന്നത്. ഇതാണ് WVC ഡെക്കിംഗ് വുഡ് പാനൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഒരു 4 ഇഞ്ച് അകലത്തിൽ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഫുള്ള് പാകുകയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്തു. ഇങ്ങനെ 4 പാളിയായിട്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3.5 അടി വീതിയിൽ 4 പാളിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ സ്പേസ് ഇല്ലാത്ത, വീട്ടിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വൈഡായിട്ട് തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ, ഈ 4 പാളിയായിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സെറ്റിംഗ് സമയത്ത് കാണിച്ചു തരാം. പിന്നെ ഒരു ചെറിയൊരു ഡോറുണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. നമുക്ക് മെയിൻ എൻട്രൻസ് 4 പാളിയും പിന്നെ സൈഡിൽ ചെറിയൊരു ഗേറ്റ്. നമുക്ക് അത്യാവശ്യം ഒന്ന് തുറന്ന് അതുവഴി കയറി പോകത്തക്ക വിധത്തിലാണ്. ഇതാണ് അതിൻ്റെ ഇൻസൈഡ് കൊടുക്കുന്ന പീസ്. നമുക്ക് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ WVC പാനലിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലായിരിക്കും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇത്രയും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും അകലത്തിലാണ്. ഏകദേശം ഒരു പാളിക്കകത്ത് 3 സെറ്റിങ് വരും കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് നമ്മൾ ആ 2 ഇഞ്ചുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ബലത്തിന് വേണ്ടി. ഇനി ഫൈനൽ വെൽഡിങ് എല്ലാം ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി അതിൻ്റെ പോളിഷിംഗ് വർക്കാണ് നടക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഫ്രെയിം വർക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഹോൾ ഇട്ടിട്ട് നമുക്ക് അത് ആ പാനൽ പിടിപ്പിക്കണം. അതിൻ്റെ പോളിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് പോളിഷിംഗ് വർക്ക് കൊടുക്കുന്നത്. അതിന് ഫ്ലാപ്പ് ഡിസ്ക് 120 ഇട്ട് അതെല്ലാം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം 220 അതിനുശേഷം 320 ഈ 3 ഗ്രേഡുള്ള ഗ്രൈൻഡ് ഫ്ലാപ്പ് ഡിസ്ക്കാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം മാറ്റ് ഫിനിഷ് കൊടുക്കുക. ഒരു മാറ്റ് വീലുണ്ട്, ഈ റോസ് കളർ വീല്, അതിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് റഫിങ് ചെയ്യുന്നത്. ഇതാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് പോളിഷിങ്ങിലോട്ട് കടക്കുന്നത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ എങ്ങനെ പോളിഷ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് നോക്കിയേക്കണേ. ഇതുപോലെയുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ ഫിനിഷ് ചെയ്ത് അപ്പോൾ ജോയിൻ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് പോളിഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ പോളിഷ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ പാനൽ സെറ്റ് ചെയ്യത്തുള്ളൂ. അത് ലാസ്റ്റ് വർക്കാണ് പാനൽ സെറ്റ് ചെയ്യുന്നത്. പോളിഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ലോത്ത് വീലാണ് കേട്ടോ. ഇതിനൊരു സോപ്പുണ്ട്. സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോളിഷിംഗ് വാക്സ് ഉണ്ട്. ആ സോപ്പ് ബാർ കൂട്ട് തന്നെ ഇരിക്കും. അതിലിങ്ങനെ ഉരച്ചതിന് ശേഷമാണ് ഇത് പോളിഷ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഫിനിഷ് ചെയ്ത് അങ്ങനെ അതിൻ്റെ എല്ലാ ജോയിൻറ്റും ഒരു വെൽഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാകും. ആ ബ്ലാക്ക് കളർ മാറ്റി എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻസൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് ടിഗ് വെൽഡിങ് ചെയ്തുകൊണ്ട് നല്ല ചെറിയൊരു മെറ്റൽ ബീഡിങ്ങേ വരത്തുള്ളൂ. അധികം വലിപ്പമില്ലാതെ
നല്ല ചേർന്നിരിക്കാം വെൽഡിങ് കേട്ടോ. മറ്റേ ആർക്കലടിക്കുമ്പോൾ ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്തെടുക്കുക, അത് ഗ്രൈൻഡ് ചെയ്ത് ഒരുപാട് കളയണം. ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വിട്ടാൽ മതി ഈ ടിഗ് വെൽഡ് ചെയ്യുമ്പോൾ. ഇത് ഗ്രൈൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഗേറ്റ് വർക്ക് ആയതുകൊണ്ടാണ്, ഗേറ്റ് നല്ല വെയിറ്റ് വരുന്നത് കൊണ്ടാണ് ഞാനത് ഒരുപാട് വെൽഡിങ് എടുത്ത് കളയാൻ. മറ്റേ ആ ബീഡിങ് അത്രയും തന്നെ ഇരിക്കുന്നത് കേട്ടോ. ടിഗ് വെൽഡിങ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. മറ്റേ ആർക്ക് വെൽഡിങ്ങിനെക്കാട്ടിലും നല്ല സ്ട്രോങ് വെൽഡിങ് ആണ് ടിഗ് വെൽഡിങ്. ചെറിയൊരു സ്പോട്ട് എടുത്താലും നല്ലതായിട്ടത് ബലത്തിൽ അത് നിന്നോളും. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്നുള്ള വർക്കെല്ലാം കഴിഞ്ഞ് സൈറ്റിൽ കൊണ്ടുവന്നു. വുഡ് പാനലെല്ലാം സെറ്റ് ചെയ്തു. വുഡ് പാനൽ ജസ്റ്റ് ആ സ്ക്വയർ ട്യൂബ് ഡ്രിൽ ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുമായിരുന്നു വുഡ് പാനൽ. പെട്ടെന്ന് അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള വ്യൂ. ഈ സൈഡിൽ കൂടെയുള്ള ചെറിയ ഗേറ്റ് ഉണ്ടല്ലേ, അതായിരിക്കും നമുക്ക് ജസ്റ്റ് പാസ് ചെയ്യാനുള്ള അത്യാവശ്യത്തിന് വേണ്ടി തുറക്കാനുള്ള ഗേറ്റ്. പിന്നെ കാറും എല്ലാം വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ മെയിൻ ഗേറ്റ് തുറക്കുക. ഇതാ പുറത്തുനിന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യത്തക്ക വിധത്തിലുള്ള ലോക്ക് സെറ്റിംഗ് എല്ലാം ഉണ്ട്. പിന്നെ 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, 2 ഡോറിനും 2 പാളിയായിട്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴിട്ട് മെയിനായിട്ട് പൂട്ടേണ്ട ഒരു ലോക്കിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ വർക്ക്? ഈ വുഡ് പാനൽ പെട്ടെന്ന് പോകത്തില്ല കേട്ടോ. നല്ല ബാക്കിൽ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 3 പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അത് കുറയ്ക്കുവാണെങ്കിൽ ഇത് ചൂടടിച്ചത് ബെൻഡാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല സപ്പോർട്ട് കൊടുത്ത് വേണം അത് ഇത്തരം വർക്കുകൾ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് സപ്പോർട്ട് ഇല്ലെങ്കിൽ അതിങ്ങനെ ചൂടടിച്ച് ബെൻഡാകും. ഇപ്പം നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അത് എത്ര നാൾ വേണമെങ്കിലും അത് നിന്നോളും കേട്ടോ. ഇത്രയാണ് വർക്ക്. ഇപ്പോഴത്തെ ഈ ചെറിയ ഗേറ്റിൻ്റെ ലോക്കൊക്കെ സെറ്റ് ചെയ്തു നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ഇത്തരം വീഡിയോസാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ചാനലൊന്ന് കയറി നോക്കണേ, എൻ്റെ പേജ് ഒന്ന് കയറി നോക്കണേ. അപ്പോൾ എൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു. ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു, എന്തായാലും ഇപ്പം ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ആ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? ആ വീടിന് ചേരുന്ന ഒരു ലുക്കല്ലേ? 4 ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് വർക്ക്? വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം പറയണം കേട്ടോ.